الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فراغ عليهم ضربا باليمين فأقبلوا إليه يزفون قال أتعبدون ما تنحتون والله خلقكم وما تعملون صدق الله أيها الناس اتقوا الله അല്ലാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും ശരിയായി ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ പാലിച്ച് ഇരുലോകത്തും വിജയം വരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്കൃഷ്ടരായ അവന്റെ അടിയാറുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ പ്രവാചകന്മാരിലൂടെ വിശുദ്ധരായ ദൂതന്മാരിലൂടെ അവൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള സ്ഥൈര്യവും അതിനുള്ള ഈമാനും തൗഫീഖും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യൻ അവന്റെ നശ്വരതയെ അതിജയിക്കുന്നതിനുള്ള ആലോചനകളും ശ്രമങ്ങളുമൊക്കെ വളരെ കാലം മുമ്പ് മുതൽക്ക് തന്നെ നടത്തിയിരുന്നതായി നമുക്ക് മുന്നിൽ തെളിവുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ് ഫോർ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയാം, അമരനായി തീരുവാനുള്ള അന്വേഷണം. ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇന്ന് ലോകത്ത് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും ആദ്യത്തെ ഒരു മതരേഖ എന്ന് പറയുന്നത് സുമേറിയക്കാരുടെ എപ്പിക് ഓഫ് ഗിൽഗമേഷ് ആണ്. അതിലെ ഗിൽഗമേഷ് രാജാവിന്റെ സഞ്ചാരം ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പറഞ്ഞ അമരത്വവുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന നിലക്കാണ്. അപ്പോൾ ആ ഒരു കാലം മുതൽക്ക് തന്നെയും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. ചില തത്വശാസ്ത്രങ്ങൾ നാശം എന്ന് പറയുന്ന ഒരു സാധ്യതയെ തന്നെ നിരാകരിക്കുന്നുമുണ്ട്. പ്ലേറ്റോവിന്റെ ദർശനമൊക്കെ അതിന് ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുന്ന ഓരോ രൂപത്തിനും ഒരാശയമുണ്ട് എന്നാണ്. രൂപം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നതും അറിയുന്നതും. അതേസമയം ആശയം എന്നും നിലനിൽക്കുന്നതാണ്. ഇത് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കുതിരയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു രൂപക്കുതിരയാണ്. വലിപ്പച്ചെറുപ്പങ്ങളും വൃദ്ധിക്ഷയങ്ങളുമൊക്കെ ആ രൂപത്തിന് മാത്രം ഉണ്ടാകുന്നതാണ്.
എന്നാൽ അതിനോടൊപ്പം നിലനിൽക്കുന്ന ഒരാശയക്കുതിരയുണ്ട്. ആ ആശയം ഏതോ ഘട്ടത്തിൽ രൂപം പ്രാപിക്കുന്നു, പിന്നീട് രൂപം ഉപേക്ഷിക്കുന്നു. എന്നാൽ ഈ ആശയം എപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ജീവിതം ഐഹിക ബന്ധിതമാണ് എന്ന കാഴ്ചപ്പാട് നമ്മുടെ അറിവിന്റെ സങ്കല്പത്തിന്റെ പരിമിതി കൊണ്ടുണ്ടാകുന്നതാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹം അതിന് ഒരു ഗുഹയുടെ രൂപകം, പ്ലേറ്റോസ് മെറ്റഫോർ ഓഫ് ദി കേവ് എന്നാണ് അറിയപ്പെടുന്നത്, അങ്ങനെ ഒന്ന് അവതരിപ്പിക്കുന്നത്. ഗുഹക്കകത്ത്, ഗുഹാ കവാടത്തിനകത്ത് പുറംതിരിഞ്ഞു നിൽക്കുന്ന കുറേ ആളുകളാണ്. അവരുടെ മുന്നിൽ ഒരു മതിലുണ്ട്, അവരുടെ പിറകിലൊരു മതിലുണ്ട്. ആ മതിലിനിപ്പുറത്ത് കുറെ എന്തൊക്കെയോ ജീവജാലങ്ങൾ, മാത്രവുമല്ല അതിൻ്റെയും ഇപ്പുറത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തീ കത്തിയിട്ട് അതിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു നിഴൽ ഗുഹാഭിത്തിയിൽ പതിക്കുമ്പോൾ അങ്ങോട്ട് മാത്രം നോക്കി നിൽക്കുന്നവരായതുകൊണ്ട് അവർക്ക് അതേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിറകിലൊരു മതിലുണ്ടെന്നും അതിനപ്പുറത്ത് കുറേ ജീവികളുണ്ടെന്നും ആ ജീവികൾ ഇടക്കിടക്ക് മുകളിലേക്ക് ചാടും, മതിലിൻ്റെ മുകളിലേക്ക് കയറും. അപ്പോഴൊക്കെ അതിൻ്റെ നിഴലുകൾ മാത്രമാണ് കാണുക. അപ്പൊ യഥാർത്ഥത്തിലുള്ളൊരു സംഗതി പുറകിലുണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഐഹിക മാത്ര കാഴ്ചപ്പാടുകൾ മനുഷ്യൻ വെച്ച് പുലർത്തുന്നത് എന്നാണ് അദ്ദേഹം ഉദാഹരണത്തിലൂടെ സമർത്ഥിച്ചത്. അപ്പൊ അപ്പോഴും അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഇപ്പറയുന്ന ഇമ്മോർട്ടാലിറ്റി, അമരത്വം എന്ന് പറയുന്ന ആശയം തന്നെയാണ്. ഇതിങ്ങനെ പല സ്വഭാവത്തിലും വികസിച്ച് പുതിയ കാലത്ത് പുതിയ ഒരുപാട് ചിന്തകളായി മാറി എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഫ്രെഡറിക് നിഷെ എന്ന ഒരു തത്വചിന്തകൻ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരാശയം ഉബർമെൻഷ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അതിന് പറയുക. അതിനർത്ഥം പറയുമ്പോൾ ഉബർ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് അല്ലെങ്കിൽ ഓവർ എന്നൊക്കെയാണ് അർത്ഥം. ഓവർമാൻ അല്ലെങ്കിൽ സൂപ്പർമാൻ, മനുഷ്യന്റെയും അപ്പുറത്തുള്ളൊരു മനുഷ്യൻ. ഇപ്പൊ നിലവിലുള്ള മനുഷ്യൻ എന്തൊക്കെയോ പരിമിതികൾ, ആ പരിമിതികളെ അതിജയിക്കുന്ന അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളൊരു മനുഷ്യൻ, ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സങ്കല്പം. അതിനുവേണ്ടി പക്ഷെ അദ്ദേഹം പ്രകൃതിയോടും ദൈവത്തോടും വെല്ലുവിളി നടത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു വെല്ലുവിളിയിലൂടെയാണ് മനുഷ്യൻ അതിജയിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ ഒരു ആശയം അവതരിപ്പിക്കുമ്പോൾ തന്നെയും ദൈവത്തിന്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ദൈവം മരിച്ചെങ്കിലല്ലാതെ മനുഷ്യന് അമരനാവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവിടെ കാഴ്ചപ്പാട്. ആധുനിക കാലത്തുള്ള ദൈവനിരാസ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു മൂർത്ത രൂപമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചിന്തയെ അനിവാര്യമാക്കുന്ന സ്വഭാവത്തിലാണ് മതപരമായിട്ടുള്ള ഒരുപാട് ധാരണകളും മിത്തുകളും ഒക്കെ വികാസം പ്രാപിച്ചത് എന്നും കണ്ടെത്താൻ സാധിക്കും. അപ്പൊ മനുഷ്യന് അമരനായി തീരാൻ സാധിക്കുന്നത് അവന്റെ അറിവ് കൊണ്ടാണ്. ഈ അറിവിനോട് അല്ലെങ്കിൽ അവൻ വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ കൊണ്ടാണ്. ഇതിനോടുള്ള മതങ്ങളുടെ സമീപനം എന്താണ്? പ്രത്യേകിച്ച് പുതിയ കാലത്തുള്ള തത്വചിന്തകളൊക്കെയും വികാസം പ്രാപിച്ചത് യൂറോപ്പിലാണ്. യൂറോപ്പിന്റെ മതം ഒരു കാലത്ത് ഗ്രീക്കുകാരുടെ പുരാണങ്ങളിൽ അധിഷ്ഠിതവും പിന്നീട് ക്രിസ്തു മതത്തിൽ അധിഷ്ഠിതവുമാണ്. ഗ്രീക്ക് പുരാണത്തിൽ പ്രൊമിത്യൂസ് എന്നൊരു കഥാപാത്രമാണ്. പ്രൊമിത്യൂസ് മനുഷ്യർക്ക് തീ കൊണ്ടുകൊടുക്കാൻ വേണ്ടി ദേവന്മാരോട് സമരം ചെയ്യുന്ന ഒരാളാണ്. മനുഷ്യർക്ക് തീ എത്തിച്ചതിന്റെ പേരിൽ സിയൂസ് ദേവൻ പ്രൊമിത്യൂസിനെ ശിക്ഷിച്ചു കളഞ്ഞു. ഒരു മരുഭൂമിയിൽ അയാളെ ഏകനായി ബന്ധനസ്ഥനാക്കി നിർത്തി. അയാളുടെ ഹൃദയം കൊത്തിപ്പറിക്കുവാൻ വേണ്ടി ഒരു പക്ഷിയെ നിയോഗിച്ചു. ഓരോ തവണ കൊത്തിപ്പറിക്കുമ്പോഴും ആ ഹൃദയം വീണ്ടും മുളച്ചു വരും. അങ്ങനെ ആ വേദനയേറിയ ശിക്ഷക്ക് പ്രൊമിത്യൂസിനെ ഇരയാക്കി തീർക്കുകയാണ് ദൈവം ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു മത കാഴ്ചപ്പാട്, മനുഷ്യന് തീ മുതൽക്കുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ദൈവത്തോട് പടമുരുതിയേ മതിയാകൂ, അല്ലെങ്കിൽ പ്രകൃതിയോട് സമരം ചെയ്തേ മതിയാകൂ എന്ന് പറയുന്ന ഒരാശയം. അതുപോലെ തന്നെ അറിവിന്റെ വൃക്ഷം മനുഷ്യന് ദൈവം വിലക്കി എന്നതാണ് ക്രിസ്തുമതത്തിന്റെ സങ്കല്പം. അവിടെ അറിവിനെ സംബന്ധിച്ച് പറഞ്ഞു, അറിവാണ് മനുഷ്യനെ അമരനാക്കുന്നതെങ്കിൽ, മനുഷ്യനെ അനശ്വരതയിലേക്ക് നയിക്കുന്നതെങ്കിൽ ആ അറിവ്
മനുഷ്യന് നിരാകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന, മനുഷ്യന്റെ സാങ്കേതികമായ വികാസത്തിന്റെയും മനുഷ്യന്റെ അറിവിന്റെയും ഒക്കെ എതിരിൽ നിൽക്കുന്ന ദൈവത്തെയാണ് നമുക്കവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കാലത്തുള്ള മനുഷ്യന്റെ ഒരുപാട് ചിന്തകൾ മതവിരുദ്ധമായി വികാസം പ്രാപിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ പറയുന്ന അമരത്വവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മഹാശാസ്ത്രജ്ഞനുണ്ട്, JBS ഹാൽഡെയ്ൻ. ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, ഡെഡാലസ് സയൻസ് ആൻഡ് ദി ഫ്യൂച്ചർ എന്നാണ് അതിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നത് എല്ലാ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഇൻവെന്ററും ഈസ് ഓൾവേസ് എ പ്രൊമിത്യൂസ് എന്നാണ് പറയുന്നത്. എല്ലാ കണ്ടുപിടുത്തക്കാരും, രസതന്ത്രത്തിലെയും ഊർജ്ജതന്ത്രത്തിലെയും എല്ലാ കണ്ടുപിടുത്തക്കാരും ഒരു പ്രൊമിത്യൂസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു ദൈവത്തെ അവഹേളിച്ചുകൊണ്ടല്ലാതെ ഒരു കണ്ടുപിടുത്തവും മനുഷ്യൻ നടത്തുന്നില്ല. ഏതെങ്കിലും ഒരു ദൈവത്തെ അവഹേളിച്ചുകൊണ്ടല്ലാതെ ഒരു കണ്ടുപിടുത്തവും മനുഷ്യൻ നടത്തുന്നില്ല. വീണ്ടും അദ്ദേഹം തുടർന്ന് പറയുന്നത് ഓരോ കെമിക്കൽ ഫിസിക്കൽ ഇൻവെൻഷനും ഓരോ ബ്ലാസ്ഫമിയാണ്, ഓരോ മതനിന്ദയാണ്. ബയോളജിയിൽ ഉണ്ടാകുന്ന ഓരോ കണ്ടുപിടുത്തവും പെർവേർഷൻ, അധർമ്മമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹം ശാസ്ത്രത്തെ ഇകഴ്ത്തി സംസാരിക്കുകയല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്പറയുന്ന സ്വഭാവത്തിൽ മനുഷ്യൻ അമരനാകണമെങ്കിൽ, മനുഷ്യന്റെ കീർത്തി എന്നേക്കും നിലനിൽക്കണമെങ്കിൽ, മാനവികത എന്ന് പറയുന്ന ഒരാശയം സ്ഥായിയായിട്ട് ഇവിടെ പുലരണമെങ്കിൽ ദൈവങ്ങളോട് പടപൊരുതിയേ മതിയാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയത്തിലൂടെ മനുഷ്യൻ കടന്നു വന്നിട്ട് ഈ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്നിടത്ത് നിന്ന് പോസ്റ്റ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു. തത്വചിന്തയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായപ്പോൾ അതിന് സമാന്തരമായിട്ട് ട്രാൻസ് ഹ്യൂമൻ എന്ന മറ്റൊരു സങ്കല്പവും ഉടലെടുത്തു. അർത്ഥമേതാൻ ഒന്ന് തന്നെയാണ്. പക്ഷേ ട്രാൻസ് ഹ്യൂമൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മറ്റൊന്നായി മാറുക എന്നൊരു സങ്കല്പം അതിലുണ്ട്. പരിണാമചക്രത്തിൽ എപ്പോഴും അർഹതയുള്ളതാണ് അതിജീവിക്കുക. അർഹതയുള്ളതിന്റെ അതിജീവനത്തിലൂടെ മാത്രമേ അടുത്ത സ്പീഷീസിലേക്ക് കടക്കുകയുള്ളൂ. ഇങ്ങനെയാണല്ലോ സാധാരണ പരിണാമ ചക്രം നമുക്ക് വിശദീകരിച്ച് തരാറുള്ളത്. ഇന്നത്തെ മനുഷ്യൻ തീർച്ചയായിട്ടും നശിച്ചു പോകുന്നു. ട്രാൻസ്ഹ്യൂമൻ എന്ന കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ചത് ജൂലിയൻ ഹക്സ്ലി എന്നൊരു ശാസ്ത്രജ്ഞനാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് വളരെ നിന്ദ്യവും ക്രൂരവും ഹ്രസ്വവുമാണ് നമുക്ക് ഈ ജീവിതം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ പ്രാതികൂല്യങ്ങളെയും അതോടൊപ്പം കാലത്തെയും അതിജയിക്കണമെങ്കിൽ, അങ്ങനെ അതിജയിക്കാൻ ശേഷിയുള്ള മറ്റൊന്നായിട്ട് നമ്മൾ മാറണം. ആ മാറ്റത്തെയാണ് ട്രാൻസ്ഹ്യൂമൻ എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ ചിന്ത പിന്നീട് ഒരുപാട് വികസിച്ചു. പിന്നീട് പുതിയ കാലത്ത് മനുഷ്യന്റെ സാങ്കേതിക വിദ്യ, ടെക്നിക്കൽ സിംഗുലാരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ. കൃത്രിമമായിട്ടുള്ള ബുദ്ധി, മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ. അങ്ങനെയുള്ള യന്ത്രങ്ങൾ ഒരു പരിധിവരെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഫോണിൽ ഒരു ഫോട്ടോ എടുത്താൽ, നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്താൽ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ്. ആ ഫോണ് തന്നെ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ചിത്രത്തിന്റെയും വിഷയത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും. നമ്മളായിട്ട് അതിനെ പ്രത്യേക ആൽബങ്ങളാക്കി മാറ്റമൊന്നും വേണ്ട. ഇപ്പോഴങ്ങനെ പ്രത്യേകം ആൽബങ്ങളാക്കിയിട്ട് ഫോണ് തന്നെ ഇങ്ങോട്ട് തരും എന്ന് പറഞ്ഞാൽ കേവലം ഫോട്ടോ എടുക്കുന്ന ഒരു യന്ത്രം എന്നതിൽ നിന്ന് വിട്ടിട്ട് എന്താണ് എടുക്കുന്നത്, എവിടെയാണ് എടുക്കുന്നത്, അതുപോലെ എവിടെ വെച്ചാണ് എടുക്കുന്നത്, അതുപോലെ എപ്പോഴാണ് എടുക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന യന്ത്രങ്ങൾ. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വികാസം കൂടി ആയതോടുകൂടി കൂടുതൽ കരുത്തനായ മറ്റൊന്ന്, അത് ചിലപ്പോൾ ഈ മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാകാം, എന്നാൽ ഈ ഹ്യൂമൻ എന്ന് പറയുന്ന എല്ലാ പരിമിതികളെയും അതിജയിക്കുന്ന ആ ഒരു സ്വഭാവത്തിലാണ് ട്രാൻസ് ഹ്യൂമൻ എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇറാനിയൻ വ്യക്തിയെ മുമ്പ് ഒരു ഖുതുബയിൽ ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു, FM 2030 എന്ന ഫരീദുൻ M ഇസ്ഫന്ദിയാരി. അദ്ദേഹത്തിന്റെ പേര് മാറ്റിയതിന് 2 കാരണങ്ങൾ പറയാറുള്ളതിൽ ഒന്നിവിടെ വിശദീകരിച്ചാണ്. അത് പറയുമ്പോൾ തന്നെ അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് മിനിമം ഞാൻ 100 വയസ്സ് വരെയെങ്കിലും ജീവിക്കും, അടുത്ത നൂറ്റാണ്ട് കാണുകയും ചെയ്യും.
അദ്ദേഹം ജനിച്ചത് 1930-ലാണ്. ഇപ്പൊ 2030 വരെ ഞാൻ ജീവിക്കും, എന്റെ 100ാം പിറന്നാൾ ഞാൻ ആഘോഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് FM 2030. പിന്നെ പേര് മാറ്റാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ പേരിടലുമായി ബന്ധപ്പെട്ട ചില സാമ്പ്രദായിക രീതികളുണ്ട്. ആ രീതികൾ ഒന്നുകിൽ മതത്തെ അല്ലെങ്കിൽ ദേശത്തെ അല്ലെങ്കിൽ എത്നിസിറ്റിയെ ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതൊക്കെ വിട്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഹ്യൂമൻ എന്നൊരു തലത്തിലേക്കുള്ള വികാസം സാധ്യമാവുകയുള്ളൂ. അതിനൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യൻ പരമ്പരാഗതമായി നിലനിർത്തുന്ന ഇമാതിരി സംഗതികളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് ഉപേക്ഷിക്കുകയാണ്, പകരം ഈ 2 അക്ഷരങ്ങൾ മാത്രം. അതേസമയം അദ്ദേഹത്തിന് 21ാം നൂറ്റാണ്ട് കാണാനായില്ല. 2000 ആണ്ടിൽ അദ്ദേഹം മരിച്ചുപോയി. എന്തായിരുന്നാലും ഈ സ്വഭാവത്തിൽ വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു സങ്കല്പം, ആ സങ്കല്പത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നിന്റെ പരിമിതികളെ അതിജയിക്കുന്ന ഒരു നാളെ, ഇത് ശരിയായിട്ടുള്ള ഒരു സങ്കല്പമാണ്, നല്ലതുമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ ദൂഷ്യങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് അമരത്വത്തിലേക്കുള്ള മനുഷ്യന്റെ കുതിപ്പ്, മനുഷ്യൻ എന്നെന്നും നിലനിൽക്കുക എന്നത് അതിമനോഹരമായൊരു സങ്കല്പമാണ്. അതിന് യാതൊരു കുഴപ്പമില്ല. ആ സങ്കല്പം അബദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സങ്കല്പം തനി യാന്ത്രികമാകുമ്പോൾ, അങ്ങേയറ്റം ഭൗതികവും ഭൗതിക ശാസ്ത്രാധിഷ്ഠിതവും മാത്രമാകുമ്പോൾ അതിനുണ്ടാകുന്ന കുറെ കുഴപ്പങ്ങളുണ്ട്. അത്തരം കുഴപ്പങ്ങളിൽപ്പെട്ട ഒന്ന് എന്ന് നമ്മൾ വിചാരിക്കുന്നൊരു സംഗതി കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതിപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു സൂയിസൈഡ് ഗെയിം. ബ്ലൂ വെയിൽ മാത്രമൊന്നുമല്ല, ഡെത്ത് ഗെയിം എന്നറിയപ്പെടുന്ന ഒരുപാട് ഗെയിമുകൾ കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും മൊബൈലിൽ പോലും ലഭ്യമാണ്. അത്തരം സോഴ്സുകളിലൂടെയൊന്നും ഇത് ലഭ്യമല്ല എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വിശദീകരിക്കൽ നമ്മുടെ ഉദ്ദേശമല്ല. എന്തായിരുന്നാലും മനുഷ്യനെ പടിപടിയായി ഓരോ ടാസ്ക് ഏൽപ്പിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന, ചിലപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ അതിനും മാത്രം മനുഷ്യൻ നിന്നു കൊടുക്കുമെന്നുള്ളതാണ്. അതിനു മാത്രം നിന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളും ഇപ്പോഴുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ, ഒരർത്ഥത്തിൽ ബ്ലാക്ക് മെയിലിംഗ് പോലും ഉപയോഗിച്ചുകൊണ്ട് സൈബർ ലോകത്ത് ബ്ലാക്ക് മെയിലിങ്ങുകളൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോഴങ്ങനെ ഇയാൾ നിലനിർത്തിയിട്ട് മിക്കവാറും കൗമാരപ്രായക്കാർ അവർ ആത്മഹത്യയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അത് ശരിയായാലും തെറ്റായാലും 100 കണക്കിന് കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട്, നമ്മൾ വെറുതെ ആ ബ്ലൂ വെയിൽ ഗെയിമിന്റെ വാർത്തകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ രാജ്യം തിരിച്ചിട്ട് ഓരോ രാജ്യത്തും ഇത്ര കുട്ടികൾ, ഇത്ര കൗമാരപ്രായക്കാർ ഈ ഗെയിമിലൂടെ ആത്മഹത്യ ചെയ്തു എന്നതിന്റെ കണക്ക് നമുക്ക് കിട്ടും. ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതേസമയം ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു റഷ്യക്കാരൻ പയ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് ബുദൈക്കിൻ, 21 വയസ്സുള്ള പയ്യൻ. അവൻ തന്റെ പ്രവൃത്തിക്ക് പറഞ്ഞൊരു ന്യായീകരണം, ആ ന്യായീകരണമാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ യഥാർത്ഥത്തിൽ അതിജയിക്കണമെങ്കിൽ, നമ്മളീ പറയുന്ന ട്രാൻസ്ഹ്യൂമൻ എന്ന് പറയുന്ന സങ്കേതമോ പദമോ അവൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് സമാനമായ വർത്തമാനമാണ് പറയുന്നത്. ഇന്നത്തെ തലമുറയിൽ കുറെ കേടുപാടുകളുണ്ട്, കൊള്ളരുതാത്ത കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നശിച്ചു തീർന്നെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ അർഹതയുള്ളത് നിലനിൽക്കുകയുള്ളൂ. നിലനിൽക്കാൻ അർഹതയുള്ളതിനെ പ്രകൃതി തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് ഡാർവിൻ സിദ്ധാന്തിച്ചത്. അതേസമയം അത് മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിലേക്ക് സോഷ്യൽ ഡാർവിനിസമായിട്ട് വന്നപ്പോൾ നിലനിൽക്കാൻ അർഹതയുള്ളത് സ്വയം അർഹത തെളിയിക്കണമെന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യവിരുദ്ധ സിദ്ധാന്തങ്ങൾക്കും ഇതേ ആശയം ന്യായമായി തീർന്നിട്ടുണ്ട്. ഹിറ്റ്ലറുടെ നാസിസം ഉൾപ്പെടെയുള്ള ഫാഷിസ്റ്റ് ദർശനങ്ങൾ ഉൾപ്പെടെ അതൊക്കെയും ഊർജം കണ്ടെത്തിയിട്ടുള്ളത് ഈ ചിന്താഗതിയിൽ നിന്നാണ്. കാരണം അർഹതയുള്ളതിനെ നിലനിർത്തണമെങ്കിൽ അനർഹമായതിനെ മുഴുവൻ നശിപ്പിക്കണം. ഈ കുട്ടി പറഞ്ഞതും അതാണ്. ഒരാള് ഗെയിമിങ്ങിൽ ചെന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം മൂല്യമില്ലാത്തവനാണ്. വാല്യൂ എന്നതിന് നമ്മൾ കൊടുക്കുന്നതും ആ കുട്ടി കൊടുക്കുന്നതും രണ്ടും അർത്ഥമാണ്. അപ്പൊ മൂല്യമില്ലാത്തവനാണ്, മൂല്യമില്ലാത്തൊന്നും നിലനിൽക്കരുത്, ബയോളജിക്കൽ വേസ്റ്റ്, അങ്ങനെ ഒരു പദമാണെന്ന് തോന്നുന്നു അവർ ഉപയോഗിച്ചത്. ജീവശാസ്ത്രപരമായ മാലിന്യങ്ങളാണ്, അതൊക്കെ ഇല്ലാതാവണം. ഭൂമി ക്ലീൻ ആവണം, സമൂഹം ക്ലീൻ ആവണം. അതിനു വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത് എന്ന് ആ കുട്ടി പറഞ്ഞതായിട്ടാണ് വാർത്ത. ആ വാർത്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അത് മാത്രമാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെടുന്നത്, അല്ലാതെ ഗെയിമല്ല. ഗെയിമിനെ സംബന്ധിച്ച് വേറെയും ഒരുപാട് സതുപദേശങ്ങൾ നമുക്ക് തരാനാകും. മൊബൈൽ ഗെയിമുകളും കമ്പ്യൂട്ടർ ഗെയിമുകളും പ്രയോജനം ചെയ്യുന്നതും ചെയ്യാത്തതും ഒക്കെ ഉണ്ട്.
ധാരാളം എഡ്യൂക്കേഷണൽ ഗെയിമുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കൂർമ്മതയും ശേഷിയും വർദ്ധിപ്പിക്കുന്ന സ്വഭാവത്തിൽ സുഡോക്കു, ക്യൂബ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ചെസ് പോലുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും മത്സര ഗെയിമുകളിലായിരിക്കും, കാർ റേസ് പോലുള്ള സംഗതികൾ. ഇത്തരം സംഗതികൾക്ക് കുട്ടികൾ അനുവദിക്കുന്നതോടുകൂടി അനാരോഗ്യകരമായൊരു മത്സര ബുദ്ധി അവനിൽ വളരുകയാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾ ജാഗ്രതരാവേണ്ടതാണ്. എന്തായാലും ഒരു പ്രായം കഴിയുന്നത് വരെ കുട്ടികൾ നമ്മുടെ നിയന്ത്രണത്തിലായേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ ആശയങ്ങളോ നമ്മുടെ ചിന്തകളോ അടിച്ചേൽപ്പിക്കപ്പെടാനുള്ള ഒന്നല്ല കുട്ടികൾ എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന, നമ്മൾ അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ കുട്ടിയെ എത്രത്തോളം അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതൊരു പ്രശ്നമാണ്. ഈ മത്സര ഗെയിമുകൾ വളർന്നിട്ട് ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളിലും മറ്റുമൊക്കെ അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നെത്തി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഉള്ള ഗെയിം വെടിവെക്കലും കൊല്ലലും കാറോടിക്കലും അതുപോലെ ബൈക്കിടിച്ച് തകർക്കലും ഒക്കെ ആയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നറിയണമെങ്കിൽ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിൽ ആക്രാമകമായ, ഒട്ടും പ്രതിബദ്ധതയില്ലാത്ത, തന്റെ ജയം മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കുട്ടികൾ വളർന്നു വരുന്നു എന്നത് ഗെയിമുമായി ബന്ധപ്പെട്ട് പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതവിടെ ഇരിക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഈ അതിജീവനം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നീഷെ മുന്നോട്ട് വെച്ച ഒരു സൂപ്പർമാൻ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ബിയോണ്ട് എന്ന് പറയുന്ന ആ ഒരു ആശയം നമ്മൾ പറഞ്ഞല്ലോ, ഉബർ മെൻസ് എന്ന് പറയുന്ന ഒരു സാധനം. ആ ഒരു സംഗതി അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയുന്നത് ദയയുടെ ദൗർബല്യത്തെ അതിജയിച്ചുകൊണ്ടാണ് മനുഷ്യൻ സൂപ്പർമാൻ ആവേണ്ടത് എന്നാണ്. ദയയുടെ ദൗർബല്യത്തെ അതിജയിച്ചുകൊണ്ടാണ് മനുഷ്യൻ സൂപ്പർമാൻ ആകേണ്ടത്. കാരണം ഒരാൾക്ക് മൗലികമായി അയാളോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ. നമ്മൾ പലതരം ഘടനകൾ ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ശരിയുണ്ടാകാം. പക്ഷെ അതേസമയം അത്തരം തത്വചിന്തകന്മാർ അതിന് കണ്ടെത്തുന്ന പ്രതിവിധി എല്ലാ സംവിധാനങ്ങളെയും നിരാകരിക്കുക. ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളോട് മാത്രം പ്രതിബദ്ധനാണ്. സ്വാഭാവികമായിട്ടും ദയ, വിട്ടുവീഴ്ച, ഇത്തരം മൂല്യങ്ങൾ പറയുന്നതിന്റെ പേരിലാണ് മതത്തെയും അവർ നിരാകരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ നിങ്ങളുടെ അജയ്യത പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ അജയ്യത പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഇതാണ് സൂപ്പർമാൻ, ഇതാണ് അതീത മനുഷ്യൻ. മനുഷ്യന്റെ എല്ലാ പരിമിതികളെയും അതിജയിച്ചുകൊണ്ട് ഇമ്മോർട്ടൽ ആവണമെങ്കിൽ, അനശ്വരനാവണമെങ്കിൽ, അമരത്വം നേടണമെങ്കിൽ ഇതാണ് വഴി എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു മറുവശം നോക്കാം. ഈ മറുവശത്തിൽ ചില ആത്മീയ സൈദ്ധാന്തികന്മാർ, തത്വചിന്തകന്മാർ, അതുപോലെ പ്രവാചകന്മാർ, ഇവരൊക്കെയും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരതീത മനുഷ്യ കാഴ്ചപ്പാടാണ്. അതിനെയും നമുക്ക് സൂപ്പർമാൻ എന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് ചൈനയിലെ കൺഫ്യൂഷ്യസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം, അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചുൻസു എന്നാണ് പറയാ, അർത്ഥം ഇത് തന്നെയാണ്. സൂപ്പർമാൻ, മനുഷ്യന്റെ പരിമിതികളെ അതിജയിച്ചിട്ടുള്ള മനുഷ്യൻ. ആ മനുഷ്യന് പക്ഷേ കൺഫ്യൂഷ്യസ് നൽകുന്ന നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അവന്റെ ഹയർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിൽ നിലകൊള്ളുമ്പോൾ അവനാണ് സൂപ്പർമാൻ ആവുക. ഹയർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിൽ, അവന്റെ ഏറ്റവും ഉന്നതമായ ധാർമ്മിക പ്രതലത്തിൽ അവൻ എപ്പോഴാണോ നിലകൊള്ളുന്നത്, അവൻ അമരനായിത്തീരും, അവൻ സൂപ്പർമാനായിത്തീരും, അവൻ ചുൻസു എന്ന പദവിക്ക് അർഹനായിത്തീരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നഫ്സ് മുത്തുമയിന്നത്താവുക എന്നൊരു പ്രയോഗം ഖുർആനിലുണ്ടല്ലോ. അവിടെയും അമരത്വവുമായി ബന്ധപ്പെട്ട ആശയം കടന്നു വരുന്നുണ്ട്. പടച്ച തമ്പുരാൻ വിളിക്കുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ ജന്നത്ത് ഏതാണ്? അത് അമരത്വത്തിന്റെ ലോകമാണ്. ലാ യമൂതു ഫീഹാ വലാ യഹിയ. ജനന മരണം എന്ന് പറയുന്ന ചക്രത്തെ അതിജയിച്ചുകൊണ്ട് മനുഷ്യൻ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരിക. ആ ഒരു ക്ഷണമാണ് യഥാർത്ഥത്തിൽ നഫ്സ് മുത്തുമയിന്ന. ഇവിടെ സൂചിപ്പിച്ചു, ഏതാണ്ട് അതേ അർത്ഥത്തിലാണ് കൺഫ്യൂഷ്യസ് ഈ പറയുന്ന ചുൻസു എന്ന് പറയുന്ന പദം പ്രയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ കയ്യിലേക്കുള്ള ചാട്ടമാണ്. കിർക്കിഗോർ എന്ന ദാർശനികൻ പറഞ്ഞതുപോലെ, അത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ കയ്യിലേക്കുള്ള ഒരു ചാട്ടമാണ്. ആ ചാട്ടത്തോടു കൂടിയാണ് മനുഷ്യൻ അമരനായി തീരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ അനശ്വരത പ്രാപിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങളാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക.
അതിനുവേണ്ടി കൂടുതൽ പ്രതിബദ്ധനായിട്ടുള്ള, കൂടുതൽ ദയാപരനായിട്ടുള്ള, ദയയുടെ നിയമങ്ങളെ ലംഘിക്കുവാനാണ് നീഷ ആവശ്യപ്പെട്ടതെങ്കിൽ ദയയുടെ നിയമങ്ങൾക്ക് വിധേയനാകുന്നതിലൂടെ അമരത്വം നേടുവാനാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞത്. ഈ ഭാഗത്താണ് പ്രവാചകന്മാർ നിൽക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ അങ്ങനെ ദയയുടെ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ, വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ അവിടെ സൂചിപ്പിക്കുന്ന, അവിടെ അർത്ഥം വരുന്നൊരു വാക്ക് മടക്കം എന്നർത്ഥമുള്ളതാണ്. പലപ്പോഴും മനുഷ്യന്റെ ഒരു ലക്ഷ്യത്തെ സംബന്ധിച്ച് മനുഷ്യൻ അനശ്വരത പ്രാപിക്കണമെങ്കിൽ എവിടെ നിന്നാ വന്നത് എന്ന് തിരിയാതെ അനശ്വരതയെക്കുറിച്ച് വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവിടെ നിന്നാണ് വന്നത്? പലതരം നാശങ്ങളിലൂടെ, പല പരിണാമ ചക്രങ്ങളിലൂടെ കടന്ന് അവസാനം അങ്ങോട്ട് യാദൃച്ഛികമായിട്ട് ഉത്ഭവിച്ചതാണെങ്കിൽ അത് യാദൃച്ഛികമായി അടുത്ത മറ്റൊരു സ്പീഷീസിന് വഴിമാറി കൊടുത്തേ പറ്റൂ. അതേസമയം ആ ഒരു സോഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ പ്രഭവത്തെക്കുറിച്ച് കുറെ കൂടി കൃത്യമായ ധാരണയുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ അതിലംഘിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അമരത്വത്തെ ശരിയായിട്ട് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം എന്ന് പറയുമ്പോൾ അതിൽ അമരത്വത്തിനുള്ള അഭിലാഷമുണ്ട്. പടച്ച തമ്പുരാനെ, നീയാണ് യഥാർത്ഥത്തിൽ അഭയം. അന്തസ്സലാം, നീയാണ് അഭയം. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് അഭയം പുറപ്പെടുന്നത്. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്ക് തന്നെയാണ് അത് മടങ്ങിപ്പോകുന്നതും. ആകയാൽ ഹയ്യനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളെ ആ സലാമിൽ നിലനിർത്തണമേ എന്നാണ്. അല്ലാഹുവിനെ അനശ്വരനായിട്ടാണ്, നാശമില്ലാത്തവനായിട്ടാണ് നമ്മൾ അറിയുന്നതെങ്കിൽ അവനിൽ നിന്ന് പുറപ്പെടുന്ന സലാം, അവനിലേക്ക് തന്നെ മടങ്ങുന്ന സലാം, ആ സലാമിൽ എന്നെയും നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അതായിത്തീരണമേ എന്നാണ്. ഈ ഒരു പ്രാർത്ഥന ഒരു വലിയ യഥാർത്ഥത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യത്തെ, പ്രാർത്ഥനകൾ നമുക്ക് വലിയ ദർശനങ്ങളെയാണ് പഠിപ്പിച്ചു തരുന്നത് എന്ന് കാണണം. പ്രാർത്ഥനകൾ രണ്ട് സ്വഭാവത്തിലുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വൈയക്തികമായിട്ടുള്ള ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പടച്ചതമ്പുരാനോട് പറയാറുണ്ട്. അത് വലിയ കാര്യമാണ്, നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷെ അതേസമയം അതിന് പ്രത്യേകിച്ച് ദാർശനികമായ മാനമൊന്നും ഉണ്ടാവില്ല. അതേസമയം പ്രവാചകന്മാരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന കുറെ പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകൾ പൊതുവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ പിന്നിൽ 2-3 സംഗതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, വളരെ ആഴത്തിലുള്ള ഫിലോസഫി അതിന്റെ പിന്നിലുണ്ട്. രണ്ടാമത്തത്, ആ ഓരോ പ്രാർത്ഥനയും നമ്മുടെ മേൽ ചില ബാധ്യതകൾ ചുമത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥനകളെ സമീപിക്കേണ്ടത്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ അതിലൂടെ നമ്മൾ നേടുന്ന ഒരു അനശ്വരതയെ സംബന്ധിച്ച് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യനെ യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നത് എന്താണ്? ലോകത്ത് മനുഷ്യന്റെ ജീവിതം വ്യർത്ഥമാക്കി തീർക്കുന്നത് എത്ര കാലം എപ്പോഴെല്ലാം നിലനിൽക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണല്ലോ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നത്. നിലനിൽക്കുന്നിടത്തോളം കാലം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു? നമ്മൾ ഓരോന്നിന്റെയും അതിജയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഈവൻ നമ്മുടെ സമുദായത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും, മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷയെയും എക്സിസ്റ്റൻസിനെയും കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിന്റെ കൂടെ തന്നെ ആലോചിക്കേണ്ടതാണ് എന്തിനു വേണ്ടിയാണ് മുസ്ലിം സമുദായം നിലനിൽക്കേണ്ടത്. ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നിലനിൽപ്പും സാധ്യമാവുകയുള്ളൂ എന്നും ചിന്തിക്കണം. ചിലപ്പോൾ എന്തിന് എന്നും അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതും ആ ഒരു തത്വവും ചിലപ്പോൾ മുൻഗണനാക്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. വമ്പിച്ച ഭീഷണി സമുദായത്തിന് നേരെ വരുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നൊന്നും ചിന്തിക്കാൻ അന്നേരം സമയം ഉണ്ടാവില്ല. അന്നേരത്ത് നമ്മൾ അതിനനുസൃതമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ ആലോചിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ്, എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ നിലനിർത്തുന്നത്? നമ്മളെ തന്നെ നിലനിർത്തുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താണ്? അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും നമ്മൾ നിലനിൽക്കണമോ? അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ ഇത്തരം ചിന്തകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ അമരനാക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം ചിന്തകളിൽ നിന്നെല്ലാം തന്നെ മനുഷ്യനെ തെറ്റിച്ചിട്ടുള്ള തെറ്റായ ക്രമങ്ങൾ ലോകത്തുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ നശ്വരനായി മാറുന്നത്. ഇല്ലെങ്കിൽ മരിച്ചു പോകുന്നേ ഉള്ളൂ. മരണം നാശമല്ല എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതേസമയം മരണമല്ല, ജീവിതം തന്നെ നാശമായി തീരും. അതെങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നൊരു വാക്കുണ്ട്. ബൈബിളിലുള്ള വാക്കാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ.
അപ്പൊ പാപം ചെയ്യുന്നോ മാത്രമേ മരിക്കൂ എന്നതിനർത്ഥമില്ല. അങ്ങനെ അർത്ഥം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിവൃത്തിയുമില്ല. എല്ലാ പ്രവാചകന്മാരും എല്ലാ മഹത്തുക്കളും ജീവിതത്തിൽ ജീവിച്ച് മരിച്ചു പോയവരാണ്. അതുകൊണ്ട് എല്ലാവരും പാപികളാണെന്ന് വരും. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. പാപം ചെയ്യുന്നവൻ മരണത്തോടുകൂടി അവന്റെ അസ്തിത്വം തന്നെ ഇല്ലാതായി തീരും എന്നുമല്ല അതിന്റെ അർത്ഥം. മറിച്ച് മരണതുല്യമായി തന്നെ ഇഹത്തിലും പരത്തിലും അവൻ നിലനിൽക്കുമെന്നാണ്. മരിച്ചതിന് തുല്യമായി, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്നൊരു വാക്യമുണ്ട്. നശ്വരത എന്ന് പറയുന്നത് അതിൽ നിന്ന് സംഭവിക്കുന്നതാണ്. തെറ്റായിട്ടുള്ള ക്രമങ്ങൾ, ഇത്തരം തെറ്റായിട്ടുള്ള ക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഉത്ബോധനങ്ങളാണ് പ്രവാചകന്മാർ നിർവഹിച്ചത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുസ്മരിക്കുന്ന ഒരു കാലമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ പല വിധത്തിലുള്ള നിരൂപണങ്ങൾക്ക് വിധേയമാക്കി. അത് അവരോട് പറയുകയും ചെയ്തു. ഇന്ന കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അതിൽ പ്രധാനമായും അവരുടെ ആരാധനാ രീതികളാണ് പ്രത്യക്ഷത്തിൽ വരുന്നതെങ്കിൽ പോലും ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത് എന്താണ്? അതിനുപോൽമലകമായിട്ടൊരു സംഭവമൊക്കെ അതിന് മുമ്പ് പറയുന്നുണ്ട്. അവരുടെ ക്ഷേത്രത്തിൽ കടന്നു ചെന്ന് ബിംബങ്ങളെയൊക്കെ തച്ചുടച്ച കഥ. ചരിത്രം അങ്ങനെ സംഭവിച്ചതാണെങ്കിലും അതിൽ നിന്ന് അതിനപ്പുറത്തുള്ള പാഠങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തണം. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെ അതഅ്ബുദൂനമാ തൻഹിതൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങൾ എന്നാണ്. കൊത്തിയുണ്ടാക്കിയ ആരാധനാ വിഗ്രഹങ്ങൾ, കൽവിഗ്രഹങ്ങൾ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളായിട്ടുണ്ടാക്കുന്ന പലതിനും നിങ്ങൾ അടിമകളായി പോകുന്നുണ്ട്. നിങ്ങൾ സാങ്കേതിക വിദ്യക്ക് അടിമയാകുന്നുണ്ട്. നിങ്ങളായിട്ട് എന്തും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായത് അത് നിങ്ങൾ ഉപയോഗിക്കണം. അതേസമയം നിങ്ങൾ അതിനടിമകളായി പോകുന്നു. നേരത്തെ പറയുന്ന ഗെയിമും മറ്റുമൊക്കെ അതിന്റെ കാരണത്താൽ വരുന്നതാണ്. നമ്മളാണ് അതുണ്ടാക്കിയതെങ്കിൽ അത് ഏത് സ്വഭാവത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നും നമുക്ക് എന്തിനുപകാരപ്പെടണമെന്നും നമ്മൾ തീരുമാനിക്കണം. അതേസമയം ഇവിടെ അതിനടിമകളായി പോകുന്നു. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, അതഅ്ബുദൂനമാ തൻഹിതൂൻ, നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയവയെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണോ? വിഗ്രഹങ്ങൾ എന്നതിന് വേറൊരു സ്വഭാവത്തിലേക്ക് കൂടി അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള ദാർശനികന്മാർ വികസിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് പറയുന്നത് ദേശീയത, സാമുദായികത മുതലായിട്ടുള്ള വികാരങ്ങളാണ്. ഇതൊക്കെ നിങ്ങളായി സങ്കല്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് അവലംബമല്ല. ദേശീയത നിങ്ങളുടെ രക്ഷാസ്ഥാനമല്ല. സാമുദായികതയോ വർഗീയതയോ നിങ്ങളുടെ രക്ഷാസ്ഥാനമല്ല. വംശീയത കൊണ്ട് നിങ്ങൾ ഒരു നിലക്കും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നിട്ടും നിങ്ങൾ അതിനെ അവലംബിക്കുന്നു. ഈ ബിംബങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ലല്ലോ. നിങ്ങളെ കാണുന്ന പോലുമില്ലല്ലോ. നിങ്ങൾക്കൊരു നിലക്കും ഒരവലംബവുമാവാത്ത സംഗതികൾ. അതേസമയം വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അല്ലാഹു ആണെങ്കിൽ നിങ്ങളുടെയും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെയും യഥാർത്ഥ സൃഷ്ടാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ നിയമങ്ങൾക്കും ശാസനകൾക്കുമാണ് വഴിപ്പെടുന്നതെങ്കിൽ പിന്നെ പറയുന്നത് അവനിലേക്കുള്ള മടക്കത്തെ കുറിച്ചാണ്. ആ മടക്കമാണ് യഥാർത്ഥത്തിലുള്ള അനശ്വരത എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരസ്പരമുള്ള പ്രതിബദ്ധതയും പരസ്പരം കാണിക്കേണ്ടതായിട്ടുള്ള മര്യാദകളും യഥാർത്ഥത്തിൽ ഓരോരുത്തരും അവനവനിലേക്ക് മാത്രമാകുന്നതോടുകൂടി നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഭൗതികം മാത്രമായി തീരും. അത് ചത്തവസ്ഥയാണ്. അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പറഞ്ഞത്. ബിംബങ്ങളെ ഉപാസിക്കുന്നവർ ബിംബങ്ങളെ പോലെ തന്നെയായിരിക്കും എന്ന് യെശയ്യാ പ്രവാചകന്റെയോ മറ്റോ ഒരു വചനം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ആരാധനാ വിഗ്രഹങ്ങളെ പോലെ തന്നെയാണ്, ആരാധനാ മൂർത്തികളെ പോലെ തന്നെയാണ്. ഒന്നും കാണുകയും ചെയ്യില്ല, ഒന്നും കേൾക്കുകയും ചെയ്യില്ല, ഒന്നും മനസ്സിലാക്കുകയും ചെയ്യില്ല. അതേസമയം കാണാൻ നല്ല പ്രൗഢിയുണ്ട്, നല്ല അന്തസ്സുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വമ്പിച്ച, പരിഷ്കരിച്ച, പുരോഗമിച്ച ഒരസ്തിത്വമാണ് എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാകും. അതേസമയം ഒന്നിനും ശേഷിയില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ജഡികമായിട്ടുള്ള ഒരു ജീവിതം. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെക്കുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണെങ്കിൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വയിലേക്ക് യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം എന്ന പ്രാർത്ഥനയുമായിട്ട് കൂടി ചേർത്തുകൊണ്ട് വായിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ഘട്ടത്തിൽ തന്റെ സമൂഹത്തോട് പറഞ്ഞത്, ഇന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ ഞാനിതാ പുറംതിരിഞ്ഞിരിക്കുന്നു. ഇന്നീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ-അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ള, സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ നേരെയാണ്. അല്ല, ഇന്നീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ-അർള ഹനീഫ, ഹനീഫായിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്.
വിശുദ്ധ ഖുർആൻ മുഖം തിരിക്കുന്നതിനെ പറ്റി പറയുന്ന ഒരു കൽപ്പനയുണ്ടല്ലോ വേറൊരു സ്ഥലത്ത്, അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. ഹനീഫായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ ദീനിന് നേരെ തിരിക്കണം. ഫിത്രത്തുല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹാ. അള്ളാഹു നിങ്ങളെ ഏതൊരു ഘടനയിലാണോ സൃഷ്ടിച്ചത് ആ അള്ളാഹുവിന്റെ പ്രകൃതത്തിലേക്ക്, ഏതൊരു പ്രകൃതത്തിലാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ അള്ളാഹുവിന്റെ പ്രകൃതത്തിലേക്ക് അങ്ങോട്ടേക്ക് തിരിയുക. ആ ഒരു തിരിച്ചിലാണ് അമരത്വം നേടാമെന്ന് പറയുന്നത്. ഞാനാണ് സൃഷ്ടിക്കുന്നത്, ഞാനാണ് മരിപ്പിക്കുന്നത്, നിങ്ങളെല്ലാം എന്നിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറയുമ്പോൾ മരണത്തെ അതിജയിക്കുന്ന ഒരസ്തിത്വമായിട്ട് നമ്മൾ മാറും. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബോധവും ആ ഒരു തിരിച്ചറിവും ഉണ്ടാകും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ തിരിച്ചറിവോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സാമൂഹികമായ ബാധ്യതകളെ നിർവഹിക്കുകയും നിറവേറ്റുകയും പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുകയും ചെയ്യും. അങ്ങനെ അനശ്വരനായി തീരും എന്ന് നമ്മൾ കാണണം. അങ്ങനെ അനശ്വരനായി തീരും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലോ. അക്കൂട്ടത്തിൽ പ്രാർത്ഥന ഉദ്ധരിച്ചത് റബ്ബി ഹബ്ലി ഹുക്മൻ, പടച്ചതമ്പുരാനെ എനിക്ക് നീ ജ്ഞാനം പ്രദാനം ചെയ്യണമേ, ഹിക്മത്ത് യുക്തിബോധം പ്രദാനം ചെയ്യണമേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സച്ചരിതരോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണേ, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന കാലം വരെ എന്റെ ഓർമ്മ നിലനിർത്തണമേ. ഇതാണ് യഥാർത്ഥത്തിൽ ഇമ്മോർട്ടാലിറ്റി. പടച്ചതമ്പുരാനോട് പറയാണ്, എന്റെ ഓർമ്മകൾ അവസാന കാലം വരെ നീ ഈ സമൂഹത്തിൽ നിലനിർത്തണമേ. അങ്ങനെ നിലനിൽക്കണമെങ്കിലോ ഭാവി സമൂഹത്തിന് തോന്നണം യഥാർത്ഥത്തിൽ ഇയാൾ എന്തോ പ്രയോജനം ചെയ്തിട്ടാണ് മരിച്ചുപോയത്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അസറുകൾ ഭൂമിയിൽ നിലനിർത്തും എന്ന് പടച്ചതമ്പുരാൻ പറയുന്നുണ്ടല്ലോ. അസറുകൾ ഭൂമിയിലും ആഖിറത്തിലും നിലനിർത്തും. അല്ലാഹു എഴുതി വെക്കുന്നത് നക്തുബുമാ ഖദ്ദമൂ വ ആസാറഹും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അസറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നില്ല. ആ അവസാനിക്കാത്ത ഒരവസ്ഥ, ആ ഒരു അവസ്ഥയെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ഉത്ബോധനമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നമ്മളൊരു ട്രാൻസ്ഹ്യൂമനെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനെ ഭൗതികമായ പരികല്പനയിൽ മാത്രം തളച്ചിടുന്നു. അതുണ്ടായി വരണമെങ്കിൽ അതാകാൻ യോഗ്യതയില്ലാത്തൊക്കെ നശിക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് ദയാരഹിതമായി പെരുമാറുന്നു. ഇത്തരം പ്രവണതകളെ വിട്ടുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഈ ലോകത്തിന് പ്രയോജനപ്രദമായി ജീവിച്ചു അത് വെച്ചിട്ടാണ് നിങ്ങൾ അനശ്വരരായി തീരുന്നത്. നിങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശാന്തിയിലേക്കാണ്, സലാമിലേക്കാണ്, അഭയത്തിലേക്കാണ്. അതെന്നും നിലനിൽക്കുന്നതുമാണ്. ഈ ഒരു ചിന്തയോടുകൂടി, ആ ചിന്തയുടെ ഉണർവിലേക്ക്, ആ ഉണർവോടുകൂടി തന്നെ പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നതാണ് പ്രധാനം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെയും മറ്റു പ്രവാചകന്മാരെയും ഒക്കെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു സംഗതി, നമ്മൾ എങ്ങനെ അനശ്വരരായി തീരും എന്നതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ അർത്ഥത്തിൽ അനശ്വരരാക്കുകയും ഇഹത്തിലും പരത്തിലും ഉത്തമമായ